Good morning, children. So, here we study in your next session. So, this is chapter 2, addition and subtraction. So, I think all of you understand the first chapter that finished. Then, today we will start our second chapter, that is addition and subtraction. Okay. Today we will recall what you already studied in the second standard, that is add and subtract two-digit numbers using place values, that we studied today. Just introduction of addition and subtraction today we will study. Next session we will study more about the addition and subtraction. Okay, after this session you can add and subtract two-digit numbers with and without carrying. We will study after this section. Look, children, in your first chapter there is some questions. This you think and write the answers. Okay, നിങ്ങൾ ഇപ്പം റിവിഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കണം. I will discuss today. So, Jasleen uses a password to log into her computer. Her password is a 4-digit number. അപ്പോൾ ജസ്ലീൻ ഒരു പാസ്വേഡ് യൂസ് ചെയ്ത് കമ്പ്യൂട്ടർ ലോക്ക് ചെയ്തിരിക്കുക. ആ പാസ്വേഡ് 4-digit നമ്പറാണ്. ദെൻ വാട്ട് ഈസ് ദ പാസ്വേഡ്? ആ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഹിയർ ആർ സം ക്ലൂസ് വന്നിട്ടുണ്ട്. ദ ഡിജിറ്റ് ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് 1-digit ഓഡ് നമ്പർ. അപ്പോൾ വൺസ് പ്ലേസിലെ ഡിജിറ്റ് ഗ്രേറ്റസ്റ്റ് 1-digit ഓഡ് നമ്പറാണ്. ഗ്രേറ്റസ്റ്റ് 1-digit ഓഡ് നമ്പർ വാട്ട്? വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് 1-digit ഓഡ് നമ്പർ? Yes, that is 9. What is the greatest 1-digit odd number? That is 9. 9 ആണ് നമ്മുടെ greatest 1-digit odd. അപ്പോൾ വൺസ് പ്ലേസ് നമ്പർ കിട്ടി. Then the digit in the tens place is 1 less than 1. അതായത് ടെൻസ് പ്ലേസിലെ ഡിജിറ്റ് ലെസ് ദാൻ 1 ആയിരിക്കും. ലെസ് ദാൻ 1 നമ്പർ ഏതാ? യെസ്, 0. Then the digit in the 100 place is the greatest 1-digit even number. അപ്പോൾ ഗ്രേറ്റസ്റ്റ് 1-digit ഈവൻ നമ്പറാണ് നമ്മുടെ 100 പ്ലേസിലെ നമ്പർ. സോ ഗ്രേറ്റസ്റ്റ് 1-digit ഈവൻ നമ്പർ ഏതാ? യെസ്, 8 അല്ലേ? ദെൻ 8 കഴിഞ്ഞാൽ പിന്നെ 9 അല്ലേ? 9 ഇസ് ആൻ ഓഡ് നമ്പർ. ദെൻ ദ വാല്യൂ ഓഫ് ദ ഡിജിറ്റ് ഇൻ ദ തൗസൻഡ്സ് പ്ലേസ് ഈസ് 1000 മോർ ദാൻ 5000. അതായത് 5000 കഴിഞ്ഞും 1000 കൂടുതലാണ്. സോ 5000 പ്ലസ് 1000 ഈസ് യെസ്, ദാറ്റ് ഈസ് 6000. സോ വാട്ട് ഈസ് അവർ നമ്പർ? 6809. Okay, next, Ishan accidentally spills some ink on a number. ഇവിടെ ഇഷാൻ കുറച്ച് ഇങ്ക് മറിഞ്ഞു വീണു നമ്പർ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ. ദെൻ വാട്ട് ഈസ് ദ നമ്പർ? ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആൻസർ ഈസ് ഗിവൺ ആൻഡ് 20 ഈസ് ഗിവൺ. ദെൻ 20 തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതാ നമ്പർ ഉള്ളത്? ദിസ് 100 പ്ലേസ് നമ്പർ. ദ 100 പ്ലേസ് നമ്പർ ഈസ് 5. ദാറ്റ് മീൻസ് 520 കിട്ടണമെങ്കിൽ ഏതാണ് ചെയ്യേണ്ടത്? Yes, that is 500. 500 plus 20 അല്ലേ? 520. So 500. Then next, third question, what is the missing number? 3000 is given. 3700 is the answer. 3000 700 കൂട്ടുമ്പോഴല്ലേ 3700 വരുന്നത്. Okay. Then 4050. അതിൽ 50 തന്നിട്ടുണ്ട്. We find the first number. 4050 കിട്ടണമെങ്കിൽ എന്താ? 4000 plus 50 അല്ലേ? Then this way, what is the value of in each statement? അതുപോലെ ഇത് കണ്ടുപിടിക്കണം. അതായത് 9540, 9500 പ്ലസ് ട്രയാങ്കിൾ. അതിൽ ട്രയാങ്കിൾ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ട്രയാങ്കിൾ എന്താണെന്ന് ഇവിടെ എഴുതണം. ആൻഡ് ഹിയർ ഓൾസോ ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ആൻസർ എന്താ വരുന്നതെന്ന് ഇവിടെ എഴുതണം. ദ വാല്യൂ ഓഫ് ട്രയാങ്കിൾ ഈസ്, അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ വാല്യൂ എന്താണെന്ന് ഇവിടെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ദാറ്റ് യു തിങ്ക് ആൻഡ് റൈറ്റ്. ആ ഒരെണ്ണം നിങ്ങൾ തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചൊന്ന് എഴുതിക്കേ. ഓക്കെ ഓക്കെ ചിൽഡ്രൻ. Look, children, next we studied next chapter 2, that is addition and subtraction. Okay, so here we just recall what you already studied in the second standard. In your second standard you studied
addition of 2-digit numbers, addition of 3-digit numbers, and subtraction. You already studied in the second standard. So just we recall what you already studied. Here, sum and difference. What's meant by sum? Yes, sum means if your hand is 21 beads, if in your hand 21 beads or 21 flowers in your hand, and your friend have 42 flowers. നിങ്ങളുടെ കയ്യിൽ ഒരു 21 ഫ്ലവേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 42. Then find out how many flowers do you have altogether. That altogether means മൊത്തം, അതായത് total how many flowers that we want to find. Then we can add these two numbers. So 21 plus 42, then we will get the total number of flowers. So we will get that answer, that two numbers, that is called sum. Okay, sum means if we adding two numbers, then we will get the answer. That answer is sum. And this 21 first number is called addend. Addend, this is addend, and this is also called addend. Okay, and this is also called addend. And if we get answer 2 plus 1 is, yes, 3, and 4 plus 2 is 6. So the 63 is called sum of the 21 and 42. This is addition. Okay, as you already know that. Then look children, so here next is difference. What is meant by difference? You understand difference? Yes, subtraction's another name is difference. Here total, now your hand has say 63 flowers in your hand. So I am taking 42 flowers from your hand. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനൊരു 42 flowers, 42 flowers എടുത്തു. Then how many flowers left in your hand? How to find? Is it addition? No. Then that is subtraction. So 3 minus 2 is what? 3 minus 2? 3 minus 2 is 1, and 6 minus 4 is 2. So this is subtraction. And this number is called, this greater number is called minuend. Okay, minuend, M-I-N-U-E-N-D. This is minuend. What's the name? Minuend. And this is called subtrahend. Subtrahend. Okay, subtrahend. Subtrahend. This is subtrahend, and that greater number is called minuend. And this answer is called difference. നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മളുടെ difference. Okay, so what's the name? Greater number is called minuend, and that second number is called subtrahend, and the answer is called difference. Okay, difference. This is difference. Then here we can check your answer is correct or not. നമുക്ക് ഡിഫറൻസിൻ്റെ കേസിൽ, സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നോക്കിയേ, ദിസ് ഡിഫറൻസ്, ഈ ആൻസറിനും ഈ സബ്ട്രാഹെൻഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? മൈനുവെൻറ്റ്. നമുക്ക് എന്ത് കിട്ടണം? ദിസ് മൈനുവെൻറ്റ്. സോ 2 plus 1. 2 plus 1 is what? Yes, 3, and 4 plus 2 is 6. So 63 is the minuend. So our answer is correct. അപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം ചെയ്താൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. യു ജസ്റ്റ് ആഡ് ദാറ്റ് സബ്ട്രാഹെൻഡ് ആൻഡ് ഡിഫറൻസ്. ഓക്കെ, ദിസ് ഇസ് ഓൾറെഡി യു സ്റ്റഡീഡ്. Look children, here one question. You think and write. Okay, the difference between two numbers is 15. Here this is our difference between the two numbers given. നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചു ഡിഫറൻസ്, അവിടുത്തെ നമ്മൾ നമ്പർ മുമ്പേ കണ്ടുപിടിച്ചു. Here difference is given, ഡിഫറൻസ് തന്നിട്ടുണ്ട്, ആൻഡ് the greater number is 60. നമ്മുടെ greater നമ്പറും തന്നിട്ടുണ്ട്. Then what will you find?
What is the smaller number? This we want to find. The smaller number we want to find, and the sum of two numbers also we want to find it. Okay, first, how will you find the smaller number? Smaller number നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? യെസ്, നമുക്ക് ടോട്ടൽ 60 ഗ്രേറ്റർ നമ്പർ ഉണ്ട്, ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ സ്മോളർ നമ്പർ കിട്ടാൻ എന്ത് ചെയ്യണം? ഗ്രേറ്റർ നമ്പറും ഉണ്ട്, ഡിഫറൻസും തന്നിട്ടുണ്ട്, സ്മോളർ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? യെസ്, സ്മോളർ നമ്പർ ഈസ് ഈക്വൽ ടു 60 minus 15. Find it. What is 60 minus 15? Yes, how to find 60 minus 15? Yes, let's be right. 60 and 15. How to find? Here 0 minus 5 is possible? Yes, not possible, because 0 നമുക്ക് 5 കുറയ്ക്കാൻ പറ്റുമോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, അതിനകത്തും നമ്മൾ എങ്ങനെ 5 എടുക്കുന്നത്? പറ്റുമോ? ഇല്ല. So what we'll do? Take 1 from this 6, and this is changed to 10, and 6 changed to 5. Okay, so 10 minus 5 is 5, and 5 minus 1 is 4. So what will be the answer? Yes, 45 we will get. So our smaller number is 45. So this is our 45. This is smaller number. Okay, then we want to find the sum of these two numbers. അപ്പോൾ രണ്ട് നമുക്ക് സ്മോളർ നമ്പറും കിട്ടി, ഗ്രേറ്റർ നമ്പറും കിട്ടി. ഇനി നമുക്ക് സം കണ്ടുപിടിക്കരുതോ? 60 plus 45 ചെയ്താൽ പോരെ? ലെറ്റ്സ് സീ, വാണ്ട് ടു ഫൈൻഡ്. യെസ്, then how to find the sum? Yes, sum is equal to 60 plus 45. 60 plus 45 you find. 60 is writing here, and 45. How to find it? 0 plus 5 is 5, and 6 plus 4 is 10. So 105 is our sum. So this is 105. This is the answer for this type of question. If your question have, അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഈ ടൈപ്പിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഇതേപോലൊരു മോഡൽ ഉണ്ടാക്കുക. ഇതുപോലെ ഒരു മോഡൽ ഉണ്ടാക്കുക. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അനുസരിച്ച് ഇതുപോലെ ചെയ്യുക. അതായത് ഗ്രേറ്റർ നമ്പർ 60, അപ്പോൾ വലിയൊരു ബാർ വരയ്ക്കുക ഇതുപോലെ. ആൻഡ് സ്മോളർ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സ്മോളർ നമ്പറും ചെറുതായിട്ട് വരയ്ക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പം ഡിഫറൻസ് തന്നിരിക്കുന്നെങ്കിൽ അത്രയും ഭാഗം നമുക്ക് ഡിഫറൻസിൻ്റെ അവിടെ എഴുതുക, സബ്ട്രാക്ട് ചെയ്യുക. ഇനി ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആ രണ്ടും കൂടെ ടോട്ടലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാം. So that also you will listen. Okay, next one question. Akif has 25 marbles. Okay, Akifs have how many marbles? Akifs have 25 marbles that I am drawing here. This is 25. And Ishan has 38 marbles. Ishante കയ്യിൽ എത്രയുണ്ട്? Yes, 38. ഇഷാൻ്റെ കയ്യിൽ 38 ഉണ്ട്. Okay, this is Ishan and this is Akif. Okay, then we want to find total how many they have. So അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഇത് മൊത്തം എത്രയുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? രണ്ട് പേരുടെ കയ്യിൽ എത്രയുണ്ട്? So that is addition. So 25 plus 38 you find it. So what is 25 plus 38? 25 is writing, 38 is writing. So 25 plus 38 we find. 8 plus 5 is 13. 3 is writing, and 1 is the remainder. Okay, 1 is the remainder. 3 plus 2 is 5. 5 plus 1 is 6. Then what is the answer? 63. So total number is 63. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തുള്ളത് കണ്ടുപിടിക്കുക. That is 63. Okay, this is addition and subtraction. So is already studied. Children, you and your friend go to the market and buy some pens. Okay, so you buy 74 pens and your friend is buying 42 pens. Okay, then what is the difference between you and your friend pen's number? Okay, so what is the difference between you and your friend's pen?
So here, look here, your friend, you buying 74 pens and your friend is buying 42. Then this is the difference we want to find it. ഇതാണ് നമ്മുടെ question. Difference കണ്ടുപിടിക്കണം. So what you will do? Yes, here total greater number is 74. That 74 is writing. Then your friend number is 42. That 42 is a smaller number. Then 74 minus 42, ഈ വലിയ ഇത്രയും ബാറിനകത്തുനിന്ന് ഇത്രയും ഭാഗം, അതായത് ഈ വലിയ ബാറിൽ നിന്ന് ഈ ചെറിയ ബാർ കുറച്ചാൽ നമുക്ക് ഇത്രയും ഭാഗം കിട്ടില്ലേ? സോ 74 minus 42 you find it. How to find? Yes, 4 minus 2 is 2. Then 7 minus 4 is 3. So what is the answer? 32. So our difference is 32. Then here this D is 32. The difference is 32. Understand how to find the difference using this model? Okay. Kids, it's your homework session. So in your textbook, page number 23, question number 1 and 2, your turn is there. 1 and 2 is your question. Do it. And that homework attached in your assignment section. Okay, textbookile homework il തന്നിരിക്കുന്നത് മിസ് ഹോംവർക്ക് തന്നിരിക്കുന്നത് ടെക്സ്റ്റ് so that homework you attach with your assignment section. Okay children, so what all points we discussed today? Yes, sum and difference of 2-digit numbers. Sum means that's addition and difference means subtraction. So this is we studied today, this is we discussed today, and with carrying and without carrying, using word problems we studied today. Okay, all of you understand? Yes children, next session we will study more about addition and subtraction. So next session is addition of 3 and 4-digit numbers without regrouping and with regrouping. We will study in our next session. Okay, so then we studied properties of addition. Addition have some properties that also we will study in our next session. Thank you all of you.